എക്സൈറ്റ്മെന്റ് സൂര്യയുടെ പടം ചെയ്യാൻ പോകുന്ന അതാ സൂര്യ സാറിന്റെ പടം ചെയ്യാന്ന് പറഞ്ഞാൽ ബിഗ് തിങ് അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കും എന്താണ് പരിപാടി, എന്താണോ? അതൊരു ഭയങ്കര ഗംഭീര പരിപാടിയാണ്. പിന്നെ ശിവസാറൊക്കെ ഡയറക്ടർ രക്ഷയില്ല, അടിപൊളിയാണ്. ഒരു പ്രഷറും ഇല്ല, കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജിത്തൊക്കെ വിളിക്കുന്നതാണ്, അജിത് സാറൊക്കെ വിളിക്കുന്നതാണ്, തലയൊക്കെ വിളിക്കുന്നതാണ്. വീഡിയോ കോൾ ഇങ്ങനെ നോക്കും. ക്രിസ്മസ് ആകുമ്പോൾ വെള്ളത്താട് ശബ്ദമായിട്ട് അതൊരു ഭയങ്കര വലിയ പടമാണ്. ഒരു 1000 years ബാക്കിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നതും 2023 നിൽക്കുന്നതായിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാന്റസി ആണോ? ഫാന്റസി ഒരു 1000 years ബാക്കിലേക്കൊക്കെ പോകുന്നുണ്ട്. ഫുൾ കാർഡും ഒക്കെ ആയിട്ടൊരു ഭയങ്കര ക്യാൻവാസ് ഇരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. സൂര്യ സാറിന്റെ വേറൊരു വരാത്ത കാണാത്തൊരു പടം തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഏകദേശം ഒരു 35 ദിവസം ഷൂട്ട് ഗോവയിൽ കഴിഞ്ഞിരുന്നു. അത് ഈ കാലഘട്ടമാണ് ഷൂട്ട് ചെയ്തത്. ആള് ഇൻട്രോ ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ എഡിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അടുത്ത ഷെഡ്യൂൾ ഇപ്പോൾ തുടങ്ങാനായിട്ട്. ഇപ്പോൾ ശ്രീലങ്കയിലായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഫുൾ ഫോറസ്റ്റ് പരിപാടിയാണ്. അതൊരു 60 days ഫുൾ ഫൈറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്ന ഹ്യൂജ് ഒരു പുളി അപ്ഡേറ്റ് ആണ്. നമ്മളാരും ഇതിനെ പറ്റി ഇങ്ങനെ കൂടുതൽ കേട്ടിട്ടില്ല. ഈ സിനിമയെ പറ്റിയിട്ട് കേൾക്കണമെന്ന് എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. ഇത് പുറത്തു വിടാത്ത കാര്യമാണ്. പുറത്തു വിടാണ്ടിരിക്കുന്ന എൻ്റെ ആരോഗ്യത്തിന് നല്ലത് തോന്നുന്നുണ്ട്. കുഴപ്പമൊന്നും പറഞ്ഞില്ല, ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി അത് എത്ര കാലം കൂടെ ഉണ്ടാവും? ഇതിന്റെ ഒരു വലിയ ലോങ് സ്കെഡ്യൂൾ ആണോ? മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഷൂട്ട് പരിപാടികൾ കഴിയും. കാരണം അവിടെ ഇങ്ങനെ ഷെഡ്യൂൾ ബ്രേക്കുകളുണ്ട്. കാരണം ഓരോ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ അവരുടെ ഡേറ്റുകൾക്ക് അനുസരിച്ച് പോകുമ്പോൾ അതിനനുസരിച്ച് പ്രഷർ ഇല്ലാണ്ട് അവർ ചാർട്ട് ചെയ്താണ് പോകുന്നത്. ഈ അജിത് സാറിനെ വീഡിയോ കോളിൽ കണ്ടു എന്ന് പറഞ്ഞു. സൂര്യ സാറിനെ നേരിട്ട് കണ്ടായിരുന്നു? അയ്യോ, പിന്നെ സൂര്യ സാറിനെ നേരിട്ട് കണ്ടു. അടിപൊളിയായിരുന്നു. അന്ന് ശിവസാറ് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തു ലൊക്കേഷനിൽ വെച്ച്. കണ്ടപ്പോൾ തന്നെ ആള് ഷേഖൻ്റെ വെൽക്കം ടു തമിഴ് സിനിമ എന്ന് പറഞ്ഞു. അടിപൊളിയായിട്ട് ഓക്കെ. അതുകൊണ്ട് പരിചയപ്പെട്ടിട്ട് പോയി തല്ലുമാല പാത്ത് സൂപ്പർ ആർക്ക് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഷോട്ടിലേക്ക് പോയിട്ട് മാറി അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അപ്പം എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാം. ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്, ഗോവയില ബീച്ച് സൈഡിലായിട്ടാണ്, നല്ല ലൊക്കേഷൻ. അപ്പം പിന്നെ ഒന്നുമില്ല, കടലിൻ്റെ ഫോട്ടോ എടുക്കാൻ ആ മൂഡിൽ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ പുള്ളി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് അപ്പോൾ ഞാനും കൂടി വന്ന് സാർ എന്നെ ബാങ്ക് നിന്നിട്ട് എനിക്ക് ഇരിക്കാൻ വേണ്ടി ചെയർ എടുത്തിട്ടിരുന്നു. വെയിലെല്ലാം പോയി ടാനായിടും. എന്താ പറയുന്ന എനിക്കൊക്കെ കൂടെ ഊരിൽ പോയാൽ എന്താ പറയുക കേട്ടിട്ട് സൂര്യപ്പടത്തേക്ക് വന്ന് ടാനായി. സീരിയസ്ലി ഇങ്ങനെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്താ സംസാരിക്കാമെന്ന് ഞാൻ ഇരിക്കുമ്പോൾ ആൾ വീണ്ടും ചോദിക്കും, சார் எப்படி நீங்கள் எல்லாம் அவங்க 30 days 40 days படம் முடிக்கிறாங்க, அதுவும் சூப்பராக பண்ணி வச்சிருக்குது, எப்படி இதெல்லாம் அந்த மாதிரி பண்ணித்தான் ஆகணும். ഇല്ല ഞാൻ ഒരു ദിവസമാണ് അദ്ദേഹത്തെ കണ്ടത്. നെക്സ്റ്റ് ഡേ പുള്ളി വേറെ ഇതിലേക്ക് പോവുകയും ചെയ്തു. ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തുള്ളൂ. കുറെ അധികം കാര്യങ്ങൾ സംസാരിച്ച പോലെ തോന്നി ആളുമായിട്ട്. അല്ല ചേട്ടൻ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓപ്പറേഷൻ ജാവ കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ഉറപ്പായിട്ടും ബിഗ് സ്റ്റാർസിനെ ഓപ്പൺ ചെയ്യായിരുന്നു. ഇപ്പൊ സൗദി വെള്ളയ്ക്ക് കഴിഞ്ഞപ്പോഴും എല്ലാവരും ചേട്ടനെ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പം എന്താണ് ചേട്ടൻ ബിഗ് സ്റ്റാർസിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ ഈ ഒരുപാട്